നമ്മളൊരു ജനറേഷൻ്റെ കുറേ ആൾക്കാരിൽ ഒരാൾ കൂടെ പോയതാണ്. മെയിനായിട്ട് മാമുക്കോയ, ഇന്നസെൻ്റ്, ആ ഒരു ജനറേഷനാണ് നമ്മൾ 90s കണ്ട് വളർന്നത്. ഇവർ മുപ്പര മൂവീസൊക്കെ കണ്ടിട്ടാണ്. മെയിനായിട്ട് തലയാണ മന്ത്രമൊക്കെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളുണ്ട്. നമ്മളൊരു ജനറേഷൻ്റെ കുറേ ആൾക്കാരിൽ ഒരാൾ കൂടെ പോയതാണ്. മെയിനായിട്ട് മാമുക്കോയ, ഇന്നസെൻ്റ്, ആ ഒരു ജനറേഷനാണ് നമ്മൾ 90s കണ്ട് വളർന്നത്. ഇവരുടെ കോമഡി അതിലൊരു ലാസ്റ്റ് കണ്ണിയായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അതാണ് പോയതായിട്ട് തോന്നുന്നത്. ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു രാവിലെ. പൊതുവേ നമ്മളിപ്പോൾ അതിൻ്റെ കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു. ശ്രീനിവാസൻ എഴുതിയ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടം. കഥ പറയുമ്പോഴൊക്കെ എനിക്ക് അത്രയും ഇമോഷണലായിട്ട് കണക്ട് ചെയ്തൊരു കുറേ പടങ്ങളുണ്ടായിരുന്നു. മറ്റേ പൊന്മുട്ടിയിടുന്ന താറാവ്, വേറെ എന്തുണ്ടായിരുന്നു, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യം പുള്ളി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് അറിയില്ലായിരുന്നു ചെറുതായിരുന്ന സമയത്ത്. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് അറിയുന്നത്. ആക്ടറായിട്ട് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് പുള്ളിയുടെ സിനിമകൾ, ശ്രീനിവാസൻ്റെ സിനിമകൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും അടിപൊളിയായിട്ടൊരു റൈറ്ററാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ ശ്രീനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു. നമ്മൾ മരിച്ചതിൽ നമുക്ക് കുറേ സുഖമായിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ചത് നമുക്ക് വളരെ സങ്കടമുണ്ട്. നല്ലൊരു കഥാനായകനാണ് പോയത്. ഭയങ്കര സങ്കടമുണ്ട്. നല്ല കോമഡി പടങ്ങൾ ചെയ്ത ആളാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ പടങ്ങൾ കാണാൻ. പിന്നെ മോഹൻലാലുമായിട്ട് നല്ല കോമ്പിനേഷനായിരുന്നു. ഏത് സമയത്തും നല്ല രസമാണ് പടങ്ങൾ കാണാൻ. കണ്ട് വളർന്നൊരു നല്ലൊരു നടൻ തന്നെയാണ് ശ്രീനിവാസൻ. ഒരു തീരാനഷ്ടം തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. അതൊന്നും നികത്താനിപ്പോൾ ഒരാളെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ്റെ മരണം. ഞെട്ടലോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അവരെ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്ദേശം, തേന്മാങ്കൊമ്പത്ത്, അങ്ങനെ കുറേ സിനിമകൾ നല്ലതും സാധാരണക്കാരുടെ ഒരു കഥാപാത്രങ്ങളാണ്. സാധാരണക്കാരായിട്ടുള്ള ഓരോ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ് അധികവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ്. അത് തീരാ നഷ്ടം തന്നെയാണ്.